മഴതോരും മുൻപെയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിന്നുമോളെയും കൂട്ടി സ്റ്റാൻലിയും സംഘവും പുനലൂർക്ക് പോവുകയാണ്. സ്റ്റാൻലി മുൻപ് തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു, എല്ലാവരും കൂടി ഒരു കുടുംബയോഗം ചേരണം. അതുകൊണ്ട് തന്നെ പുനലൂർ വീട്ടിൽ എല്ലാവരും കുടുംബസമേതം എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തിനാണ് പെട്ടെന്നൊരു കുടുംബയോഗം എന്ന് ഔസേപ്പച്ചനോ ആൽബർട്ടിനോ ഔതുക്കുട്ടിക്കോ ആർക്കും തന്നെ ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് സ്റ്റാൻലിയുടെ കാർ മുറ്റത്ത് വന്ന് നിന്നത്. അലീന ഡോർ തുറന്ന് കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും സിറ്റൗട്ടിൽ നിന്ന് വലിയൊരു ആരവം കേട്ടു. സിനിമാ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പോലുള്ള തിരക്കിൽ സിറ്റൗട്ടിലേക്കുള്ള വാതിലൂടെ തിങ്ങി ഞെരുങ്ങി ചാടുകയാണ് കുട്ടികൾ. സാന്ദ്രയും മിലനുമായിരുന്നു മുന്നിൽ. പുറകെ റോണി, ഷോബി, ദിയാമോൾ, ജോൺ പോൾ, ജോസൂട്ടി. ജോൺ പോൾ മറ്റുള്ളവരുടെ ഇടയിലൂടെ തിക്കി തിരക്കി മുൻപിലേക്ക് കയറി ഉറക്കെ വിളിച്ചു, ആൻറ്റി, അലീനാൻറ്റി വായോ. എന്നിട്ടവൻ വായുവിലേക്ക് 3-4 വട്ടം ഉയർന്ന് ചാടിക്കൊണ്ട് വിളംബരം ചെയ്തു, അലീനാൻറ്റി വന്നേ. അലീനയെ കണ്ടപ്പോഴുള്ള കുട്ടികളുടെ സന്തോഷം കണ്ട് ഗ്രേസമ്മയും മാമച്ചനും അതിശയത്തോടെ നോക്കി നിന്നു. സ്റ്റാൻലി കാറിൽ നിന്നും ഇറങ്ങിയതോടെ ആരവം നിലച്ചു. അലീന സിറ്റൗട്ടിന് നേർക്ക് ചെന്നു. അവൾ ജോൺ പോളിന് നേർക്ക് ഇരു കൈകളും നീട്ടി, ഇങ്ങ് വന്നേടാ കള്ളക്കുട്ട. പക്ഷേ അവൻ നാണിച്ചു മാറിക്കളഞ്ഞു. അലീന അവനെ എടുക്കാൻ ഭാവിച്ചപ്പോൾ അവൻ ഗുസ്തി പിടിച്ചു. നീ ഇത് കണ്ടോ റിനിക്കുട്ട, എൻ്റെ ദിയമോള് ഞാൻ വിളിച്ചാൽ ഉടനെ വരുന്നത്. അലീന അവളെ അണച്ചു പിടിച്ചു. ദിയമോൾ പുഞ്ചിരിയോടെ മറ്റുള്ളവരെ നോക്കി. വാനരസേന മുഴുവനുമുണ്ടല്ലോ. അലീന ചിരിയോടെ കുട്ടികളെയെല്ലാം മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു. അലീന ചേച്ചിയും കൂടി വന്നപ്പോഴാ കോറം കംപ്ലീറ്റ് ആയത്, ജോസുകുട്ടി തിരിച്ചടിച്ചു. തീർന്നില്ല മോനെ, ഇനിയുമുണ്ട്. അലീന കാറിന് നേർക്ക് തിരിഞ്ഞു. രേവതിക്കുട്ടി കാറിൽ നിന്ന് ഇറങ്ങുന്നതേയുള്ളൂ. അവൾ ചിന്നുമോളെയും കൈപിടിച്ചിറക്കി. ഈ പുതിയ കക്ഷിയെ കുട്ടികളാരും കണ്ടിട്ടേയില്ല. അലീന രേവതിക്കുട്ടിയെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഇവളെൻ്റെ അനുജത്തി രേവതിക്കുട്ടിയാ. അനുജത്തി എന്ന് പറയുമ്പം ഒരേ അമ്മ പ്രസവിച്ചതാണെന്നോ ഒരേ അച്ഛൻ്റെ മക്കളാണെന്നോ ഒന്നും തെറ്റിദ്ധരിച്ചേക്കരുത്. അതിനേക്കാളൊക്കെ ഒത്തിരി ഗ്രേഡ് കൂടിയ ബന്ധമാ. 18 വർഷം ഞങ്ങൾ ഒന്നിച്ച് ഒരേ അനാഥാലയത്തിൽ ഒരേ മുറിയിൽ ഒരേ പായയിൽ. മതി കുറേ കേട്ടതാ, ഇനി ആവർത്തിക്കണ്ട, സാന്ദ്ര പറഞ്ഞു. ശരി ശരി, ഇനി ഇതാരാണെന്ന് പറയാം. അലീന ചിന്നുമോളെ പിടിച്ച് മുന്നിലേക്ക് മാറ്റി നിർത്തി. പറയണ്ട, ഞങ്ങൾക്കറിയാം, ചിന്നുമോൾ. അലീന ചേച്ചിയുടെ കൂടെ ഉണ്ടായിരുന്ന കൊച്ച്, ഇപ്പം കൊല്ലത്തെ ഓർഫനേജിൽ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ജോസുകുട്ടി ഓർമ്മിച്ചു പറഞ്ഞു. നിന്റെ മെമ്മറി പവർ സമ്മതിച്ചു തന്നിരിക്കുന്നു. അലീന അവനെ അഭിനന്ദിച്ചു. ഒരു തവണ ഇയാളുടെ മെമ്മറി കംപ്ലീറ്റ് അടിച്ചു പോയതാ അലീന ചേച്ചി. ഇപ്പം ഇത് പുതിയ മെമ്മറി കാർഡ് മേടിച്ചതാ. സാന്ദ്ര അവനെ കളിയാക്കി. കുട്ടികളുടെ പിന്നിലായിരുന്നു ഔതുക്കുട്ടിച്ചായൻ. ഒരു മിനിറ്റ്, ഒന്ന് വഴിമാറി തരണേ. അലീന കുട്ടികളെ വകഞ്ഞു മാറ്റി അവർക്കിടയിലൂടെ സിറ്റൗട്ടിലേക്ക് കയറി ചെന്നു. നേരെ ഔതിക്കുട്ടിച്ചായൻ്റെ മുന്നിലെത്തി. ഔതിക്കുട്ടിച്ചാൻ കെറിവിച്ച് നിൽക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. മുഖത്തേക്ക് നോക്കുന്നു പോലുമില്ല. കൈവിരലിലെ നഖങ്ങൾക്കിടയിൽ കിള്ളുകയാണ്. ഔതക്കുട്ടിച്ചാനെന്താ ഭയങ്കര ഗൗരവം? അലീന പുഞ്ചിരിയോട് ചോദിച്ചു. എന്നിട്ടും അയാൾ മുഖത്ത് നോക്കിയില്ല. വല്യപ്പച്ച. അലീന ഷേഖാനിന് കൈനീട്ടി. ഒന്ന് മടിച്ചിട്ട് അവളുടെ കൈത്തലം ഒന്ന് പിടിച്ചെന്ന് വരുത്തി ഔതക്കുട്ടിച്ചായൻ തിരിഞ്ഞു നടന്നു. പിണങ്ങോ ചേച്ചി? മിലൻ ചോദിച്ചു. ഇടയ്ക്കൊക്കെ ഇത്തിരി പിണക്കം നല്ലതാ, അലീന പറഞ്ഞു. മറ്റേ കാറിൽ നിന്നും ഇറങ്ങിയ മാമച്ചനെയും ഗ്രേസമ്മയെയും ഷെറിനെയും സ്റ്റാൻലി സിറ്റൗട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ടായിരുന്നു. രേവതിക്കുട്ടി ചിന്നുമോളുടെ കൈ പിടിച്ചുകൊണ്ട് അലീനയോടൊപ്പം ഇരിപ്പ് മുറിയിലേക്ക് ചെന്നു. അവിടെയുള്ള ഇരിപ്പിടങ്ങളിൽ അവർ സ്ഥാനം പിടിച്ചു. സ്റ്റാൻലി അകത്തേക്ക് ചെന്നപ്പോൾ അനുജന്മാരും അവരുടെ ഭാര്യമാരും ഡൈനിങ് ടേബിളിന് ചുറ്റുമായി വട്ടം കൂടിയിരിപ്പുണ്ട്. ഔതുക്കുട്ടിച്ചാൻ മേശക്കരികെ നിൽക്കുകയാണ്. ഇവിടെ എന്താ, വല്ല കൂടിയാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണോ? സ്റ്റാൻലി ചോദിച്ചു. ആരും മിണ്ടിയില്ല. അപ്പച്ചനെന്താ ഒരു മാതിരി, മനുഷ്യനെ കണ്ടിട്ടില്ലാത്ത പോലെ? നീ വരാൻ പറഞ്ഞിട്ടാ ഇവരെല്ലാം ഇവിടെ വന്നിരിക്കുന്നേ, ഔതുക്കുട്ടിച്ചാൻ പറഞ്ഞു. അതിനിപ്പോൾ എന്തു പറ്റി? സ്റ്റാൻലി ചോദിച്ചു. ഞങ്ങൾക്കേ വേറെ 100 കൂട്ടം പണിയുള്ളതാ. എന്തിനാ വരാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പം തന്നെ തിരിച്ചു പോകായിരുന്നു, ആൽബർട്ട് പറഞ്ഞു. ഞങ്ങൾ ഷെറിനെ തിരികെ കൊണ്ടുവിടാൻ വേണ്ടി വന്നതാണ്. അവളുടെ പേരും പറഞ്ഞ് നിങ്ങൾ ഇവിടെ കിടന്ന് കുറേ ബഹളം വെച്ചതാണല്ലോ. സ്റ്റാൻലിയുടെ സ്വരം ഗൗരവപൂർണമായി. അതിനിപ്പം ഞങ്ങളെ വിളിച്ചു വരുത്തി എന്തിനാ? കൊണ്ടുവിട്ടിട്ട് പോയാൽ പോരെ? പോരാ, നിന്നോടൊക്കെ 4 വാക്ക് പറയാനുമുണ്ട്. ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നോ അതോ ഹാളിലേക്ക് ചെല്ലുന്നോ? അവിടെ ആകുമ്പം എല്ലാവർക്കും ഇരുന്ന് സംസാരിക്കാനുള്ള സൗകര്യമുണ്ട്. അലീന അപ്പോഴേക്കും ഊണുമുറിയിലേക്ക് വന്നു. രേവതിക്കുട്ടിയെയും ചിന്നുമോളെയും കുട്ടിപ്പട്ടാളം ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു. അലീന ഔസേപ്പച്ചൻ്റെയും ആൽബർട്ടിൻ്റെയും റോബർട്ടിൻ്റെയും അടുത്ത് ചെന്ന് ക്ഷേമാന്വേഷണം നടത്തി. വത്സമ്മയോടും ഷിജിയോടും ആൻസിയോടും കുശലം പറഞ്ഞു. അവരിൽ ആർക്കും തന്നോട് വിരോധമൊന്നുമില്ലെന്ന് അവൾക്ക് മനസ്സിലായി.
പക്ഷേ ഒരു തെറ്റിദ്ധാരണയിൽ നിന്ന് ഉടലെടുത്ത ഗർവുണ്ട്. അവളുടെ മനസ്സ് തുറന്ന് ഇടപെടാനുള്ള ഒരേയൊരു തടസ്സം അതുമാത്രമാണ്. ഗൗരവത്തിന്റെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഓരോരുത്തരും. ഹാളിലോട്ട് വാ എല്ലാവരും, സ്റ്റാൻലി നിർദ്ദേശിച്ചു. അയാൾ ഹാളിലേക്ക് പോയി. പതിയെ പതിയെ മറ്റുള്ളവരും വന്നു ചേർന്നു. മാമച്ചനെയും ഗ്രേസമ്മയെയും സ്റ്റാൻലി അവർക്ക് ഔപചാരികമായി പരിചയപ്പെടുത്തി. ഷിജി ഒഴികെ മറ്റുള്ളവർക്കെല്ലാം അവരെ പരിചയമുണ്ടായിരുന്നു. അലീന ആൻസിയുടെ അമ്മയെയും വിളിച്ചുകൊണ്ട് കിച്ചണിലേക്ക് പോയി. കുടിക്കാൻ എന്തെങ്കിലും എടുക്കണം, ചായ തിളപ്പിക്കാമെന്ന് മറിയക്കുട്ടി പറഞ്ഞു. അലീനയും മറിയക്കുട്ടിയും കൂടി ചായ തയ്യാറാക്കി. അലീന ട്രേയിൽ ചായക്കപ്പുകൾ നിരത്തിക്കൊണ്ട് ഹാളിൽ ചെന്നപ്പോൾ അവിടെ ചെറിയൊരു വാദപ്രതിവാദം നടക്കുകയാണ്. കുട്ടികളെല്ലാം കാഴ്ചക്കാരായി വന്നു നിൽക്കുന്നു. കുളത്തൂപ്പുഴ നിർത്താനാണെന്ന് പറഞ്ഞ് ഷെറിനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് എറണാകുളത്ത് ഏതോ ഒരു അന്യ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചത് ശരിയാണോ ലാലിച്ചായ? ഔസേപ്പച്ചൻ ചോദിച്ചു. അതിലെന്താ ശരികേട് ഔസേപ്പച്ച? ഞാൻ അവരുടെ മൂത്ത ജ്യേഷ്ഠനാണ്. പൂർണ്ണമായ ഉത്തരവാദിത്തോടുകൂടിയാണ് ഞാൻ ഷെറിനെ ഇവിടെ നിന്ന് കുളത്തൂപ്പുഴയ്ക്ക് കൊണ്ടുപോയത്. അവിടെ ചെന്ന ശേഷം അവൾ കിഴക്കോട്ടാണോ പടിഞ്ഞാറോട്ടാണോ തലവെച്ച് കിടന്നത്, ഓരോ ദിവസവും എത്ര ഗ്ലാസ് വെള്ളം കുടിച്ചു, എത്ര ചുവട് നടന്നു, എന്തൊക്കെ ഡ്രസ്സ് ധരിച്ചു, എവിടെല്ലാം പോയി എന്നൊന്നും അന്വേഷിക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല. തിരികെ ഞാൻ അവളെ ഇവിടെ എത്തിക്കുന്നത് വരെ അവൾക്ക് എന്ത് സംഭവിച്ചാലും ഞാനാണ് അതിന് ഉത്തരവാദി. ലാലിച്ചായ, അവൾ നമ്മളെപ്പോലെ സാധാരണ നിലയിലാണെങ്കിൽ ലാലിച്ചായൻ പറയുന്നത് സമ്മതിച്ചു തരാം. ഇതങ്ങനെയല്ലല്ലോ. ഒന്നാമതേ മനോരോഗി, രണ്ടാമത് ഭർത്താവിനെ പിരിഞ്ഞ് ജീവിക്കുന്നവൾ. അവളെ ചെക്കപ്പിന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ ലാലിച്ചായൻ അവളെ എറണാകുളത്തിനയച്ചു. ഔസേപ്പച്ചൻ കുറ്റപ്പെടുത്തി. അവൾക്ക് എന്തിനാ ചെക്കപ്പ്? അവളുടെ മാനസികാസ്വാസ്ഥ്യം കുറഞ്ഞോ കൂടിയോ എന്നറിയാൻ അല്ലേ? അവൾ കുളത്തൂപ്പുഴ വന്ന ശേഷം അത് നല്ല പോലെ കുറഞ്ഞെന്നും എറണാകുളത്ത് ചെന്ന് താമസിച്ചാൽ കുറച്ചുകൂടി ഭേദപ്പെടുമെന്നും പൂർണ്ണ ബോധ്യമുണ്ടായിട്ട് തന്നെയാ അവളെ ഇങ്ങോട്ട് തിരിച്ചയക്കാഞ്ഞതും എറണാകുളത്തേക്ക് അയച്ചതും. നിനക്ക് കണ്ണുണ്ടെങ്കിൽ നല്ല പോലെ തുറന്ന് നോക്ക് ഔസേപ്പച്ച. ഷെറിൻ നിന്റെ മുൻപിലിരിപ്പുണ്ടല്ലോ. ഇവിടുന്ന് പോയ ഷെറിനാണോ അത്? സ്റ്റാൻലി ചോദിച്ചു. അവളെ വല്ല വീട്ടിലും കൊണ്ടുപോയി താമസിപ്പിക്കുന്നതിന് മുൻപ് ഞങ്ങളോടൊരു വാക്ക് ചോദിച്ചോ ലാലിച്ചായൻ? വേണ്ട, ഈ അപ്പച്ചനോട് ചോദിച്ചോ. അവളുടെ സ്വന്തം അപ്പനല്ലേ ഇത്? അതെ, സ്വന്തം അപ്പനാണ്. പക്ഷേ എനിക്ക് മനസ്സില്ലായിരുന്നു ചോദിക്കാൻ. നീ എന്നെ കോർട്ട് മാർഷ് ചെയ്യാൻ പോകുന്നോ? എൻ്റെ സഹോദരിയാണല്ലോ ഇവൾ. ഇവളുടെ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ എന്നെ അറിയിച്ചിട്ടുണ്ട്. മാമച്ചൻ്റെ മകനുമായി കല്യാണം ആലോചിച്ചത് അറിയിച്ചോ? ഇല്ല. ഇവൾ ഗർഭിണിയായതും പ്രസവിച്ചതും അറിയിച്ചോ? ഇല്ല. ഇവൾ പ്രസവിച്ച കുഞ്ഞിനെ ഓർഫനേജിലാക്കിയതും ഇവളുടെ വിവാഹബന്ധം തകർന്നതും അറിയിച്ചോ? ഇവൾക്ക് മെൻ്റൽ ഡിപ്രഷൻ ഉണ്ടായത് എന്നെ അറിയിച്ചോ? ഇല്ല. സ്റ്റാൻലി ഔസേപ്പച്ചന് നേർക്ക് ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. അതിന് ലാലിച്ചായന് എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടായിരുന്നോ? ലാലിച്ചായൻ റാണിമോളുടെ ഒരു കാര്യത്തിലും ഇന്നേ വരെ ഇടപെട്ടിട്ടുമില്ല. ഇപ്പം പിന്നെ എന്തിനാ ഇങ്ങനൊരു ബോധോദയം? എനിക്കിപ്പോഴാ ഇങ്ങനൊരു വെളിപാടുണ്ടായത്. വിട്ടുപോയ കോളങ്ങൾ പൂരിപ്പിക്കണമെന്ന്. ഒരു കോളം പൂരിപ്പിച്ചത് കൺമുമ്പിൽ നിൽപ്പുണ്ടല്ലോ. ഔസേപ്പച്ചൻ അലീനയെ നോക്കി. ആ, ഇവളൊരുത്തിയ എല്ലാത്തിനും കാരണം. ഇവള് കുത്തിയിളക്കിയിട്ടാണല്ലോ ലാലിച്ചായൻ ഓരോ വേണ്ടാദിനത്തിന് ഇറങ്ങിത്തിരിച്ചത്. അലീനയുടെ അടുത്ത് നീ മിണ്ടി പോകരുത്. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളണം. സ്റ്റാൻലിയുടെ ഒച്ച ഉയർന്നു. പപ്പ പ്ലീസ്, അലീന കെഞ്ചി. അവളൊരു ചായക്കപ്പ് എടുത്ത് സ്റ്റാൻലിക്ക് കൊടുത്തു. അവൾ തന്നെ ഓരോരുത്തർക്കും ചായ നൽകി. ട്രേ ടീപ്പോയിമേൽ വച്ചിട്ട് അവൾ ടെലിഫോൺ സ്റ്റാൻഡിനരികെ നിന്നു. ഔസേപ്പച്ചൻ അങ്കിൾ പറഞ്ഞത് ശരിയാ. ഞാൻ നിർബന്ധിച്ചിട്ടാ പപ്പ റാണി ആൻറ്റിയെ കുളത്തൂപ്പുഴ കൊണ്ടുപോയി താമസിപ്പിച്ചതും അവിടുന്ന് എറണാകുളത്തേക്ക് അയച്ചതും. റാണി ആൻറ്റിയുടെ മോളെ കണ്ടുപിടിക്കാൻ വേണ്ടി അന്വേഷണം നടത്തിയതും എൻ്റെ ആഗ്രഹപ്രകാരമാ. പക്ഷേ അതെനിക്കെന്തെങ്കിലും ലാഭമുണ്ടാക്കാൻ വേണ്ടിയല്ല. നിങ്ങളിൽ ആർക്കെങ്കിലും മാനക്കേടുണ്ടാക്കണമെന്ന് മനഃപൂർവ്വം വിചാരിച്ചിട്ടുമല്ല. കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയ ഒരമ്മയ്ക്ക് അതിന് തിരിച്ചു കിട്ടണം. അമ്മയെ നഷ്ടപ്പെട്ട കുഞ്ഞിന് നീതി ലഭിക്കണം. എന്നിട്ട് കിട്ടിയോ നീതി? നീ കിണഞ്ഞു പരിശ്രമിച്ചല്ലോ. ഔസേപ്പച്ചൻ പരിഹാസ സ്വരത്തിൽ ചോദിച്ചു. കിട്ടി അങ്കിളെ. എല്ലാവരോടും അത് പറയാനും കൂടി വേണ്ടിയാ ഞങ്ങൾ വന്നത്. റാണി ആൻറ്റിക്ക് സ്വന്തം മോളെ കണ്ടുകിട്ടി. ആ മോൾക്ക് അതിൻ്റെ അമ്മയെയും. ഔസേപ്പച്ചനും ആൽബർട്ടും പരസ്പരം നോക്കി. എന്നിട്ടെവിടെ? റോബർട്ട് ചോദിച്ചു. ദിയാമോളോട് ചേർന്ന് കാഴ്ചക്കാരിയെ നിൽക്കുകയായിരുന്നു ചിന്നുമോൾ. ദിയാമോൾ അവളുടെ കഴുത്തിലൂടെ കൈയിട്ട് തന്നോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. വാതിലിനരികെ ഭിത്തിയിൽ ചാരിയാണ് അവളുടെ നിൽപ്പ്. അലീന ചിന്നുമോളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കൈക്ക് പിടിച്ച് ഹാളിൻ്റെ മധ്യത്തിലേക്ക് കൊണ്ടുവന്നു. രേവതിക്കുട്ടിയുടെയും എൻ്റെയും കൂടെ സ്നേഹനികേതനിൽ ഉണ്ടായിരുന്ന കുട്ടിയെ ഇത്. സ്നേഹനികേതനം പൂട്ടിപ്പോയപ്പോൾ ഇവളെ കൊല്ലത്തുള്ള ത്യാഗഭവനത്തിൽ ഞാനും രേവതിക്കുട്ടിയും കൂടിയാണ് കൊണ്ടയാക്കിയത്.
അലീന എന്താണ് പറഞ്ഞുകൊണ്ട് വരുന്നതെന്നറിയാതെ എല്ലാവരും ആകാംക്ഷാഭരിതരായി ഇരിക്കുകയാണ്. പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ലെന്നറിയാം. റാണി ആൻറ്റിയുടെ മോളാണിത്. സ്റ്റാലിനിയുടെ അനുജന്മാരും അവരുടെ കുടുംബാംഗങ്ങളും അമ്പരപ്പ് കലർന്ന അവിശ്വസനീയതയോടെ അലീനയെ തുറിച്ചു നോക്കി. പിന്നെ അവരുടെ നോട്ടം ചിന്നുമോളുടെ മുഖത്തേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു. ഇനിയും നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ മേരിക്കുട്ടി ആൻറ്റിയെ വിളിച്ച് ചോദിക്കാം. ഞാനും പപ്പയും കൂടി സിക്കിമിലെ കോൺവെന്റിൽ പോയിട്ട് വരികയാണ്. ആരും ഒന്നും മിണ്ടിയില്ല. അവിടമാകെ നിശബ്ദത പടർന്നു. ഈ വീട്ടിൽ വളരേണ്ട ഈ കുഞ്ഞ് അനാഥാലയത്തിൽ ജീവിക്കേണ്ടി വന്നത് ആരുടെ കുറ്റം കൊണ്ടാ? ഇവരുടെ കുറ്റം കൊണ്ടാണോ അങ്കിളെ? അലീന ഔസേപ്പച്ചനെ നോക്കി. ഈ നിൽക്കുന്ന നിങ്ങളുടെ മക്കളെപ്പോലെ തന്നെയല്ലേ ഇവളും? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ആർക്കും ഉത്തരമില്ലായിരുന്നു. ഈ കുഞ്ഞ് അതിൻ്റെ അപ്പനും അമ്മയും ആരെന്നറിയാതെ ഒരിറ്റു മുലപ്പാൽ കുടിക്കാതെ ഏതൊക്കെയോ അനാഥാലയങ്ങളിൽ കിടന്ന് ഒഴുക്കിയ കണ്ണുനീരാണോ? അതോ ഈ കുഞ്ഞിനെ അനാഥാലയത്തിൽ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് ഈ കുടുംബത്തിലെ തലമുതിർന്നവർ അന്തസ്സിനും അഭിമാനത്തിനും വേണ്ടി മുറുകെ പിടിച്ച കൊട്ടാരമറ്റം എന്ന തറവാട്ടു പേരാണോ യേശുവിൻ്റെ മുൻപിൽ വിലമതിക്കപ്പെടുക? നമ്മളൊക്കെ ക്രിസ്ത്യാനികളാണല്ലോ. ആ ചോദ്യത്തിനും ആർക്കും ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. റാണി ആൻറ്റിയോട് ചെയ്ത ദ്രോഹം മറക്കാം. പ്രായപൂർത്തി വന്ന സ്ത്രീയാണല്ലോ. പക്ഷേ ഈ കുഞ്ഞിനോട് ഈ കുടുംബം ചെയ്ത ദ്രോഹം സഹിക്കാനോ ക്ഷമിക്കാനോ കഴിയുന്നതാണോ? ഈ കുഞ്ഞിന് ഇത്തിരി സ്നേഹവും അംഗീകാരവും കൊടുത്ത് ആ പാപഭാരം നമുക്ക് കുറച്ചുകൂടെ? ഔസേപ്പച്ചൻ അങ്കിളിൻ്റെയും ആൽബി അങ്കിളിൻ്റെയും റോബി അങ്കിളിൻ്റെയും മക്കളെക്കാൾ ഒരിഞ്ച് പോലും പുറകിലല്ല ഇവൾ. അവർക്ക് കിട്ടിയതൊക്കെ ഇവൾക്കും കിട്ടാൻ അർഹതയും അവകാശവുമുണ്ട്. ഇനി ഇവിടുള്ളവർ തീരുമാനിക്കുക. 6 വർഷമായിട്ട് ഈ കുഞ്ഞിനോട് ചെയ്തു പോന്ന അനീതി തുടരണോ അതോ ഈ മക്കളിൽ ഒരാളെ സ്വീകരിക്കണോ എന്ന് അലീന പറഞ്ഞു നിർത്തി. ചിന്നുമോൾ അലീനയെ നോക്കി. അവിടെ നടക്കുന്നത് എന്താണെന്ന് അവൾക്കറിയില്ല. അലീന പറഞ്ഞതിൻ്റെ ഒന്നും അർത്ഥവും അറിയില്ല. അവൾക്ക് ദിയമോളോടൊപ്പം കളിക്കാൻ ഓടണം. അലീന കയ്യിൽ നിന്ന് പിടിവിട്ടാൽ അവൾക്ക് പോകാം. അവൾ ആ സഭയിലിരിക്കുന്നവരെ നോക്കി. എല്ലാ കണ്ണുകളും അവളിലാണ്. അവൾക്ക് നാണം തോന്നിയിട്ട് നിലത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിന്നു. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ ഞാൻ ഏറ്റെടുത്തോളാം. പൊന്നുപോലെ നോക്കിക്കൊള്ളാം, മാമച്ചൻ എല്ലാവരോടുമായി പറഞ്ഞു. കാരണം എൻ്റെ മകൻ്റെ കുഞ്ഞാണിത്. ഇവളെ മാത്രമല്ല നിങ്ങളുടെ മകളെയും ഞാൻ കൊണ്ടുപോയിക്കോളാം. എൻ്റെ മകൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണല്ലോ ഇവൾ. ഞങ്ങൾക്ക് ഒരു കുറച്ചിലുമില്ല, മറിച്ച് അഭിമാനമേയുള്ളൂ. ആരും അനങ്ങിയില്ല. അലീന ചിന്നുമോളെ ഭിത്തിക്കു സമീപം നിരന്നു നിന്ന കുട്ടികളുടെ അടുത്തെത്തിച്ചു. ജോസുകുട്ടിയും സാന്ദ്രയും അടക്കം കുട്ടികളെല്ലാം അത്ഭുതത്തോടെയാണ് ചിന്നുമോളെ നോക്കിയത്. റാണി ആൻറ്റിയുടെ മകൾ, നമ്മളിൽ ഒരാളാണിവൾ, എന്നെപ്പോലെ, നിങ്ങൾ ഓരോരുത്തരെയും പോലെ, അലീന പറഞ്ഞു. കള്ളി, സാന്ദ്ര കുനിഞ്ഞ് ചിന്നുമോളെ പൊക്കിയെടുത്തു. എങ്ങനെയാ അലീൽ ചേച്ചി ഇവൾ റാണി ആൻറ്റിയുടെ മോളായത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, സാന്ദ്ര ചോദിച്ചു. എന്നെപ്പറ്റി നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല. അതുപോലെ തന്നെയാ ഇവളുടെയും കഥ. ഞാനെല്ലാം വിസ്തരിച്ച് പറയാൻ കേട്ടോ. ഇപ്പോഴല്ല, പിന്നെ. എന്നോടാദ്യം പറയണേ, സാന്ദ്ര ഡിമാൻഡ് വെച്ചു. ഞങ്ങൾ ഇവിടെ ബാക്കിലിരുന്നോളാം. ഇവൾ കേട്ടിട്ട് മിച്ചം വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ചെവിയിൽ വന്ന് കയറിക്കോട്ടെ, ശോഭി തട്ടിവിട്ടു. ചിന്നുമോൾ ഇതിനകം പലരുടെയും കൈകളിലൂടെ കൈമറിഞ്ഞു പോയി. ജോസുട്ടി, അവളുടെ മേൽ ഒരു നോട്ടം വേണം. ഹാർട്ട് പേഷ്യൻ്റാണ്. ഓടാനും ചാടാനും ഒന്നും പാടില്ല, അലീന ഓർമ്മിപ്പിച്ചു. ഞാൻ നോക്കിക്കൊള്ളാം അലീന ചേച്ചി, ഞാനുണ്ടല്ലോ ഇവരെ കൂടെ. രേവതിക്കുട്ടി ചുരിദാറിൻ്റെ ഷാൾ തോളത്തുകൂടി കോണോട് കോണായി വലിച്ച് അരയ്ക്ക് ചുറ്റും മുറുക്കി കെട്ടിക്കൊണ്ട് ചുമതലയേറ്റു. വത്സമ്മയ്ക്കും ഷിജിക്കും ആൻസിക്കും മറിയക്കുട്ടിക്കുമെല്ലാം അതിശയമായിരുന്നു. ഷെറിൻ അവരോടൊപ്പം കിച്ചണിൽ ജോലി ചെയ്യുന്നു. അവരോട് നല്ല ചിട്ടയോട് സംസാരിക്കുന്നു. ഇടയ്ക്ക് കുട്ടികൾ കളിക്കുന്നിടത്ത് പോയിട്ട് എത്തി നോക്കിയിട്ട് തിരിച്ചു വരുന്നു. ചിന്നുമോൾ ഹാർട്ട് പേഷ്യൻ്റാ, അതാ എനിക്ക് പേടി, ഷെറിൻ നാത്തന്മാരോടായി പറഞ്ഞു. മരുന്ന് കഴിക്കുന്നുണ്ട്. കുറച്ചുകൂടി ഹെൽത്തായിട്ട് വേണം ഓപ്പറേഷൻ നടത്താൻ. എങ്ങനെയാ അറിഞ്ഞത് ഹാർട്ട് പേഷ്യൻ്റ് ആണെന്ന്? അവളെ നിന്റെ കയ്യിൽ കിട്ടിയിട്ട് 4-5 നാളല്ലേ ആയിട്ടുള്ളൂ, വത്സമ്മ ചോദിച്ചു. ത്യാഗഭവനിലെ സിസ്റ്റേഴ്സിന് അറിയാമായിരുന്നു മോൾക്ക് എപ്പോഴും ജലദോഷവും പനിയും. അതുതന്നെ ഒരാളുടെ ഹെൽത്ത് വീക്കാണെന്നതിൻ്റെ തെളിവാണല്ലോ. ഇമ്മ്യൂണിറ്റി തീർത്തും കുറവാ, ഷെറിൻ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാലും എവിടെയൊക്കെയോ ചുറ്റിത്തിരിഞ്ഞ് ഒടുക്ക് നിന്റെ കയ്യിൽ തന്നെ വന്നു ചേർന്നല്ലോ. അതിശയെന്നല്ലാതെ എന്താ പറയേണ്ടത്? ഷിജിക്ക് ഇനിയും വിസ്മയം അടങ്ങിയിട്ടില്ല. എൻ്റെ മോളുടെ ഭാഗ്യം കൊണ്ടാ. കുഞ്ഞിലെ തന്നെ അലീനയുടെയും രേവതിക്കുട്ടിയുടെയും കയ്യിലല്ലേ എത്തിയത്. അവരവളെ സ്വന്തം മോളെ പോലെയാ നോക്കിയത്. പല വഴിക്ക് പിരിഞ്ഞിട്ടും ചിന്നുമോളെ അവർ മറന്നില്ല. അതിനിടയ്ക്ക് രേവതിക്കുട്ടി മാമച്ചനങ്ങളെ കൊണ്ട് ചിന്നുമോളെ സ്പോൺസർ ചെയ്യിപ്പിച്ചു. അവളുടെ പഠിപ്പിൻ്റെയും ചികിത്സയുടെയും എല്ലാ ചിലവും മാമച്ചനങ്ങൾ ഏറ്റെടുത്തു. അതൊക്കെ എൻ്റെ മോളുടെ ഭാഗ്യം കൊണ്ടല്ലേ. അപ്പോഴൊന്നും ആർക്കും അറിയില്ല എൻ്റെ മോളാണെന്ന്. എന്നാലും അലീനയെ സമ്മതിക്കണം. അവൾ എങ്ങനെ ഇത് ചോർത്തിയെടുത്തു?
ഇവിടെ ഔസേപ്പച്ചായന് പോലും അറിയില്ലായിരുന്നു റാണിയുടെ മോൾ എവിടാണെന്ന്. മേരിക്കുട്ടി ചേച്ചി ആരോടും പറഞ്ഞിട്ടുമില്ല. അനങ്ങാപ്പാറ പോലെ ഇരിക്കുന്ന ലാലിച്ചായനെ കൊണ്ട് അങ്ങ് ദൂരെ സിക്കിമിൽ ചെന്ന് അവൾ കാര്യം സാധിച്ചുകൊണ്ട് പോന്നല്ലോ, ആൻസി ആശ്ചര്യത്തോടെ പറഞ്ഞു. അതങ്ങനെയൊരു ജന്മമാ ചേച്ചി. അകന്നുപോയവരെ തമ്മിൽ ഒന്നിച്ചു ചേർക്കാനും വിട്ടുപോയ കണ്ണികളൊക്കെ കൂട്ടി വിളക്കാനും. ഷെറിന്റെ സ്വരം ആർദ്രമായി. കഴുകിക്കൊണ്ടിരുന്ന പ്ലേറ്റ് കിച്ചൺ സ്റ്റാൻഡിലേക്ക് വച്ചിട്ട് അവൾ കാതു കൂർപ്പിച്ചു. തൊടിയിലേക്ക് ഓടിപ്പോയ കിടാവിന്റെ ശബ്ദത്തിനു വേണ്ടി കാതോർക്കുന്ന തള്ളപ്പശുവിന്റെ ജന്തുസഹജമായ ജാഗ്രത. ഞാൻ ഇപ്പം വരാമേ. ഷെറിൻ തിടുക്കത്തിൽ കിച്ചണിൽ നിന്നിറങ്ങി ഊണുമുറിയിലൂടെ കോണിപ്പടി ചുവട്ടിലേക്ക് പോയി. അവൾക്ക് വന്ന ഒരു മാറ്റം ആൻസി മൂക്കത്തി വിരൽ വെച്ചു. മുൻപ് ഇവിടെ കിടന്ന് എന്തൊരു ബഹളമായിരുന്നു. കരച്ചിൽ, കണ്ണിൽ കണ്ടതെല്ലാം വലിച്ചേറ്, കൊച്ചിനെ കൊന്നില്ലെന്ന് ചോദിച്ച് ആളുകളെ പേടിപ്പിക്കൽ. എന്തൊരു ഭ്രാന്തായിരുന്നു. എല്ലാം എവിടെ പോയി? കൊച്ചിനെ കിട്ടിയതോടെ അവളുടെ എല്ലാ അസുഖവും മാറി, വത്സമ്മ പറഞ്ഞു. ഇത് നേരത്തെ അങ്ങ് ചെയ്താൽ പോരായിരുന്നോ? എന്തെല്ലാം കള്ളക്കളി കളിച്ചു. അവസാനം എല്ലാം പൊളിഞ്ഞില്ലേ? ആ കൊച്ചിനെ ശരിക്കൊന്ന് കാണാൻ പോലും പറ്റിയില്ല. പിള്ളേരെല്ലാം കൂടി ചുമന്നോണ്ട് പോയി. നല്ല ഭംഗിയുള്ള കുട്ടി അല്ലേ? ഒരനാഥാലയത്തിൽ വളർന്നതാണെന്ന് തോന്നത്തേയില്ല, ആൻസി പറഞ്ഞു. അലീനയും മറ്റേ പെൺകൊച്ചും കൂടിയല്ലേ അതിനെ വളർത്തിയത്. കരിക്കട്ട കിട്ടിയാലും അവൾ അത് ഊതിക്കാച്ചി പൊന്നാക്കി എടുക്കുമല്ലോ. വത്സമ്മയ്ക്ക് അലീനയോടുള്ള മതിപ്പിന് ഒട്ടും കുറവില്ലായിരുന്നു. സംഗതിയൊക്കെ കൊള്ളാം. നിങ്ങൾ ചേട്ടന്മാരും ചേച്ചിമാരും ഇന്നോ നാളെയോ അങ്ങ് പോകും. റാണിയും കൊച്ചും ഈ വീട്ടിൽ താമസിക്കുമ്പം ചോദിക്കുന്നവരോട് സമാധാനം പറയേണ്ടത് ഞങ്ങളാ. ആരുടെ കൊച്ചാണെന്ന് പറയും? ഇതുവരില്ലാത്ത കൊച്ച് എവിടുന്ന് വന്നു? ഓരോരുത്തർ കിള്ളി കിഴിച്ച് ചോദിക്കും, ആൻസി പറഞ്ഞു. അതൊന്നും ഓർത്ത് നീ തല പുണ്ണാക്കണ്ട ആൻസി. അതെല്ലാം ഇവിടുത്തെ ആണുങ്ങൾ നോക്കിക്കൊള്ളും, വത്സമ്മ പറഞ്ഞു. ഷെറിൻ കിച്ചണിലേക്ക് തിരിച്ചു വന്നതോടെ സംഭാഷണം നിർത്തിവെച്ചു. രണ്ടാം നിരയിലെ അതിഥി മുറിയിൽ ഔസേപ്പച്ചനും റോബർട്ടും ആൽബർട്ടും ഗൗരവമായ ചർച്ചയിലായിരുന്നു. എങ്ങനെയാണ് പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടതെന്ന് അവർക്കൊരു പിടിയും കിട്ടുന്നില്ല. ഷെറിൻ അവളുടെ കുട്ടിയെ കണ്ടെത്തി കഴിഞ്ഞു. ഇനി ഒളിച്ചുകളിയൊന്നും സാധ്യമല്ല. അവരെ വേർപെടുത്താനും വയ്യ. ഇവിടെ തറവാട്ടിൽ താമസിപ്പിച്ചാൽ അയൽക്കാരുടെയും മറ്റ് നാട്ടുകാരുടെയും എല്ലാം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. ചിന്നുമോളെ കുടുംബത്തിലെ ഒരംഗമായി സ്വീകരിക്കാമെന്ന് തന്നെ തീരുമാനമായി. പക്ഷേ ചിന്നുമോളെയും ഷെറിനെയും മാറ്റി താമസിപ്പിക്കണമെന്ന് റോബർട്ട് പറഞ്ഞു. ലാലിച്ചായനും അലീനയും കൂടിയാണ് എല്ലാം കുത്തിപ്പൊക്കി കൊണ്ടുവന്നത്. അവർ തന്നെ ഏറ്റെടുക്കട്ടെ, ആൽബർട്ട് നിർദ്ദേശിച്ചു. കുളത്തുപൊഴിയിലാകുമ്പോൾ ആരും ഒന്നും അറിയില്ല. അഥവാ ആരെങ്കിലും ചോദിച്ചാലും വിശ്വസനീയമായ ഒരു നുണ പറഞ്ഞാൽ മതി. സ്റ്റാൻലി മുകളിലേക്ക് കയറി വന്നപ്പോൾ അവർ പ്രശ്നം അയാളുടെ മുന്നിലേക്ക് വച്ചു. ഷെറിനും മോളും കുളത്തുപുഴയ്ക്ക് പോരട്ടെ, എനിക്ക് വിരോധമില്ല, സ്റ്റാൻലി പറഞ്ഞു. അലീനയ്ക്കാണെങ്കിൽ അതായിരിക്കും ഏറ്റവും സന്തോഷം. ഒടുവിൽ അങ്ങനെ തീരുമാനമായി. പിന്നീട് ഇതറിഞ്ഞപ്പോൾ മാമച്ചനും ഗ്രേസമ്മയും കൂടി ഒരപേക്ഷ മുന്നോട്ട് വെച്ചു. ഷെറിനും ചിന്നുമോളും കുളത്തുപുഴ താമസിച്ചോട്ടെ എന്ന തീരുമാനം നല്ലത് തന്നെ. എന്നിരുന്നാലും അവരെ ഇടയ്ക്കിടയ്ക്ക് എറണാകുളത്തേക്കും വിടണം. അത് ഷെറിൻ തീരുമാനിക്കേണ്ട കാര്യമാണ്. അവൾക്കിഷ്ടമാണെങ്കിൽ ഇടയ്ക്കിടെ എറണാകുളത്ത് പോയി താമസിക്കുന്നതിലും ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല, സ്റ്റാൻലി പറഞ്ഞു. മാത്രമല്ല ചിന്നുമോളുടെ ചികിത്സ തുടരണമല്ലോ. അത് നിങ്ങൾ ആരും അറിയണ്ട, ഞാൻ ഏറ്റെടുത്തോളാം. നിങ്ങൾ ആരും ചിന്തിക്കാത്ത ഒരു കാര്യം കൂടിയുണ്ട്, മാമച്ചൻ എല്ലാവരോടുമായി പറഞ്ഞു. ഷെറിൻ്റെ ഭാവിയെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. നിങ്ങൾക്കാർക്കും വിയോജിപ്പില്ലെങ്കിൽ അവൾക്ക് ഇണങ്ങുന്ന ഒരു വിവാഹം ആലോചിക്കാനും നടത്തിക്കൊടുക്കാനും ഞാനും ഗ്രേസമ്മയും മുൻകൈയെടുക്കാം. ഞങ്ങൾക്കതിൽ സന്തോഷമേയുള്ളൂ. അത് പിന്നീട് ആലോചിക്കാവുന്ന കാര്യമാണെന്ന് പറഞ്ഞ് സ്റ്റാൻലി സംഭാഷണം അവസാനിപ്പിച്ചു. സ്റ്റാൻലി കാറിൽ 2 കുപ്പി കരുതിയിട്ടുണ്ടായിരുന്നു. റോബർട്ടിനെ താഴേക്ക് അയച്ച് കുപ്പിയെടുത്ത് മുകളിലെത്തിച്ചതോടെ പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരമുണ്ടായി. അവധിക്കുട്ടിച്ചകൻ അയാളുടെ മുറിയിൽ തനിച്ചായി പോയിരുന്നു. മക്കൾ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അയാളുമായി ആലോചിച്ചില്ല, പങ്കെടുപ്പിച്ചുമില്ല. ഒരു കാലത്ത് തൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഈ കൊട്ടാരമറ്റം തറവാട്ടിൽ ഒരീച്ച പോലും പറക്കില്ലായിരുന്നു എന്ന് അയാൾ ഓർത്തു. അലീന അപ്പോൾ മുറിയിലേക്ക് വന്നു. വല്യപ്പച്ചൻ എൻ്റെ അടുത്ത് ദേഷ്യമുണ്ടോ? അവൾ ചോദിച്ചു. അവളെ ഒന്ന് നോക്കിയിട്ട് അയാൾ കണ്ണുകൾ താഴ്ത്തി. അയാൾക്ക് ദേഷ്യമൊന്നുമില്ല. പക്ഷേ അവളുടെ മുഖത്ത് നോക്കാൻ നാണക്കേടുണ്ട്. ഷെറിൻ്റെ കുഞ്ഞിനെപ്പറ്റി അവൾ ചോദിച്ചപ്പോഴെല്ലാം കള്ളമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒടുവിൽ എല്ലാം സമ്മതിക്കേണ്ടിയും വന്നു. അവളുടെ മുൻപിൽ താൻ ചെറുതായി പോയെന്ന് അയാൾ വിചാരിച്ചു. അലീന അയാളുടെ അരികെ ചെന്നിരുന്നു. അവധിക്കുട്ടിച്ചാൻ അനങ്ങിയില്ല. അലീന അയാളുടെ വലത് കൈയെടുത്ത് മടിയിൽ വെച്ച് പതിയെ തലോടി. എനിക്ക് എൻ്റെ വല്യപ്പച്ചനോട് ഒരനിഷ്ടവും തോന്നിയിട്ടില്ല. മനുഷ്യന് ഓരോ കാലത്ത് ഓരോരോ തെറ്റുകൾ പറ്റും. ആ തെറ്റ് മനസ്സിലാക്കി തിരുത്തുന്നവരെക്കാൾ വലിയ മനുഷ്യരൊന്നും ഈ ഭൂമിയിലില്ല. കുറ്റം ചെയ്തത് കണ്ടുപിടിക്കപ്പെട്ട കുട്ടിയെപ്പോലെ അവധിക്കുട്ടിച്ചയൻ അവളുടെ നേർക്ക് നോക്കി. സാരമില്ലെന്നേ, അത് കഴിഞ്ഞു. ഇനി വേറെ എന്തെല്ലാം നമുക്ക് ആലോചിക്കാനുണ്ട്? എന്നോട് ആരാലോചിക്കാനാ?
നമ്മളെ ആർക്ക് വേണം? അവധക്കുട്ടി പരാതി പറഞ്ഞു. എനിക്ക് വേണം എൻ്റെ വല്യപ്പച്ചനെ. ഇപ്പം ഈ ഞെളിഞ്ഞു നടക്കുന്നവരൊക്കെ വലിയ മിടുക്കന്മാരാണോ? അല്ല. എൻ്റെ പപ്പയുടെ കാര്യം തന്നെ എടുക്കാം. ഇങ്ങനെ ഭാര്യയും മക്കളും പിരിഞ്ഞ് ജീവിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവരുടെ ഇടയിലെ മതിൽ പൊളിച്ചു കളയണ്ടേ? അത് പൊളിയുന്ന മതിലല്ല മോളെ, കരിമ്പാറയാ. ബർലിൻ മതിൽ പൊളിഞ്ഞില്ലേ? വല്യപ്പച്ചൻ എൻ്റെ കൂടെ നിൽക്കാമോ? ചിലപ്പോൾ പപ്പയുമായിട്ട് ഉഗ്രൻ വഴക്കിടേണ്ടി വരും. അന്നേരം എനിക്ക് ആരെങ്കിലും സപ്പോർട്ട് വേണ്ടേ? അവളുടെ മനസ്സിൽ അടുത്ത പദ്ധതി രൂപം കൊള്ളുകയാണെന്ന് അവധക്കുട്ടിച്ചാന് മനസ്സിലായി. ഞാൻ നിന്റെ കൂടെ നിൽക്കാം. പക്ഷേ ഒരു കാര്യം തുറന്നു പറയാമല്ലോ, എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. നിന്റെ പപ്പയെ നിനക്കിളക്കാൻ പറ്റിയേക്കും. പക്ഷേ മറുവശം. അവധക്കുട്ടിച്ചായൻ നിഷേധാർത്ഥത്തിൽ തലവെട്ടിച്ചു. അഞ്ജലി വരെ ഒന്ന് പോകണം വല്യപ്പച്ച. ആ അമ്മയും മക്കളും താമസിക്കണ വീട്ടിൽ. അവിടുന്ന് തുടങ്ങാം. എൽസമ്മയ്ക്ക് നിന്നെ കാണുന്നത് ചെകുത്താൻ കുരിശ് കാണുന്നത് പോലെയാ. പിന്നെ റീത്താമ്മ, അവള് നിന്നെ 7 അലത്ത് അടുപ്പിക്കില്ല. അതും പോരാഞ്ഞ് എന്ത് തെമ്മാടിത്തവും കാണിക്കാൻ ഒരു മടിയുമില്ലാത്ത 4-5 ആങ്ങളമാരും. ലാലിച്ചനുണ്ടല്ലോന്നോർത്ത് നീ തൻ്റെ ഇടമൊന്നും കാണിക്കണ്ട. കുളുത്തൂപ്പുഴയിൽ അവൻ രാജാവൊക്കെ ആയിരിക്കും. പക്ഷേ അഞ്ചലിൽ ചെല്ലുമ്പം മറ്റവന്മാരാ രാജാക്കന്മാർ. അതൊന്നും സാരമില്ല വല്യപ്പച്ച, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം, അലീന ആലോചനയോടെ പറഞ്ഞു. ഇത്രയുമാണ് ഇന്നത്തെ കഥ. ബാക്കി കഥയുമായി വീണ്ടും വരാം. ബായ്.